ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഇന്ന് ഞാൻ എൻ്റെ മോൻ്റെ സ്കൂളിൽ ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പം ഒരു വ്ളോഗായിട്ട് അത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ രാവിലെ ഞാനൊരു ചെറിയൊരു ഇതൊക്കെ എടുത്തതാണ്. അപ്പോൾ കാന്താരി മുളകൊക്കെ നല്ല പഴുത്തൊക്കെ നിൽക്കുന്നുണ്ട്. മഴയൊക്കെ പെയ്ത് നനഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇത് കറ്റാർ വാഴയാണ് കേട്ടോ. പിന്നെ പറമ്പൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് കാടൊക്കെ അങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ കണ്ടെന്ന് ആകാശം ഇത്തിരി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇന്നലെ ഫുള്ള് ഇവിടെ മഴയായിരുന്നു. ഇന്ന് ചെറുതായിട്ടൊരു തെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്കും മഴയൊക്കെ പെയ്തിരുന്നു കേട്ടോ. കണ്ടില്ലേ, നല്ല കാലാവസ്ഥയായിരുന്നു. നല്ല കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ അത്ര തെളിച്ചമില്ല, മൂടിയിട്ടുമില്ല, തെളിഞ്ഞിട്ടും ഇല്ലാത്ത ഒരു പ്രത്യേകതരം അന്തരീക്ഷമായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു പേരമരം നിൽക്കുന്നുണ്ട് കേട്ടോ. പേരമരത്തിൽ പേരയ്ക്ക ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് വവ്വാലാണോ എന്താണോ വന്ന് കഴിച്ചിട്ട് പോകുന്നുണ്ട്. കണ്ടില്ലേ, പേരയ്ക്ക ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂഡിൽസാണ് കേട്ടോ. ആദ്യം നൂഡിൽസ് മതി എന്ന് പറഞ്ഞു. നൂഡിൽസാണ്. കട്ടൻ ചായ ഞാൻ ഇവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം മാഗിയും കട്ടൻ ചായയാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ കടുകൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ സമയം 8 മണി ആവാറായി. ആദ്യക്ക് സ്കൂളിൽ പോകാനുള്ള സമയം ആവാറായിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിതിന് ഞാൻ മാഗി കൊടുത്തു. അവൻ കാർട്ടൂണൊക്കെ കണ്ട് മാഗി കഴിക്കുകയാണ്. ഇത് ആദ്യക്ക് എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ആദിയുടെ ഓണം സെലിബ്രേഷൻ ഇടാനുള്ള ഡ്രസ്സ്. കണ്ടില്ലേ, കഥകളി തെയ്യം ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അവൻ മാഗി കഴിക്കുവാണ് കേട്ടോ. പിന്നെ അവൻ സ്കൂളിൽ പോയതിന് ശേഷം പിന്നെ ഞാനും കുഞ്ഞും കൂടെ ഒരു 10-10:30 ആയപ്പോഴത്തേക്കും ഇറങ്ങിയതാണ് കേട്ടോ. ഓട്ടോയിലാണ് ഞങ്ങൾ പോണത്. നല്ല മിടുക്കനായിട്ടാണ് ഇവിടെ നിന്ന് പോയത്. അവിടെ ചെന്നപ്പോൾ ആകെ അലമ്പായിരുന്നു. ഓടി നടക്കലും നല്ല പണി തന്നു എനിക്ക്. റെസ്റ്റ് എടുക്കാനൊരു സമയം കിട്ടിയിട്ടില്ല എനിക്ക്. കുറേ നേരം ഞാൻ അവൻ്റെ ചേട്ടൻ്റെ കൂടെ വിട്ടു കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്കൂള്. ഇതവിടെ ഓണം ഇട്ടതാണ്. ഓണം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഓണം ഇട്ടേക്കുന്നത് കാണാനൊക്കെ ആയിട്ട് ടീച്ചേഴ്സ് ഇട്ടതാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാനവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ കലാപരിപാടികളൊക്കെ നടക്കുമായിരുന്നു കേട്ടോ. ടീച്ചേഴ്സിൻ്റെ തിരുവാതിര, ടീച്ചേഴ്സിൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ കുറച്ച് ക്ലിപ്പുകളാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ടീച്ചർമാരുടെ തിരുവാതിര കളിയാണ് കേട്ടോ. അപ്പോൾ അതിനിടയിൽ കുഞ്ഞൻ പോയി ചേട്ടന്മാരുടെ ഇടയിൽ ഇരിക്കുന്നുണ്ട്. ചേട്ടനും അനിയനും കൂടെ അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ അടങ്ങി ഇരിക്കണ കണ്ടുകൊണ്ട് പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വാമനനായിരുന്നു എന്ന് തോന്നുന്നു. അതെന്താണെന്നറിയില്ല, 2 കുട്ടികൾ വേഷം കെട്ടി അവിടെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ടീച്ചർമാരുടെ ഡാൻസ് ആയിരുന്നു കേട്ടോ. കൂടെ കുട്ടികളും കൂടെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമൊക്കെ ആയിരുന്നു കേട്ടോ പരിപാടിയൊക്കെ. പിന്നെ ആ മോളുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പാട്ടൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ പാട്ടൊക്കെ കേട്ട് കൊച്ച് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് അവിടെ ഇരുന്ന്. അവനവിടെ ഇരുന്ന് എൻജോയ് ചെയ്തു. ആ ഒരു ടൈമിലാണ് എനിക്ക് റെസ്റ്റൊക്കെ കിട്ടിയത്. പിന്നെ അവിടെ ഗെയിമൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കസേര കളി, പിന്നെ ഒരു ഗ്ലാസ്സിൽ സോയാബീൻ എടുത്തിട്ട് സ്ട്രോ വെച്ചിട്ട് അപ്പുറത്തെ ഗ്ലാസ്സിലേക്ക് ഇടുന്ന ഒരു ഗെയിം. അങ്ങനെ 2 ഗെയിമാണെന്ന് തോന്നുന്നു അവിടെ ഉണ്ടായിരുന്നത്. വേറെ ഗെയിം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല കേട്ടോ, കാരണം ഞാൻ വൈകിയാണ് എത്തിയത്. അപ്പോൾ ഈ ഒരു ഗെയിമൊക്കെ അവിടെ ഉണ്ടായിരുന്നത്. എനിക്കൊന്നിനും ഇത് പേരൻസിനും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. ഞാനങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല. ചെയ്യാനാണെങ്കിൽ കൊച്ചിനെ പിടിക്കാനും അങ്ങനെ ആരുമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഞാനതിൽ കയറിയില്ല കേട്ടോ. അപ്പോൾ അമ്മമാരുടെ കസേര കളിയാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഗെയിംസൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സദ്യ കഴിക്കാനായിട്ട് പോയിട്ടോ. ഞാനൊക്കെ ലാസ്റ്റാണ് കഴിക്കാനിരുന്നത്. കാരണം ആദ്യം കുട്ടികളൊക്കെയാണ് ഇരിക്കുന്നത്. കുട്ടികളിരുന്ന് കഴിഞ്ഞ് ഞാൻ ആദ്യം ഇളയാളെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ച് നോക്കിയിരുന്നപ്പം അവൻ്റെ അടുത്ത് ഇരുന്നില്ല. പിന്നെ ഞാൻ ടീച്ചർമാരുടെ അടുത്ത് ഓഫീസ് റൂമിൽ ഇരുത്തിയിട്ട് പോയി കഴിക്കാനായിട്ട് ഇരുന്നപ്പോഴത്തേക്കും കഴിച്ച് തുടങ്ങുന്നതിന് മുന്നേ അവൻ എന്നെ അന്വേഷിച്ച് വന്നു. പിന്നെ ഞാൻ തത്രപ്പെട്ട് ഞാൻ വേഗം ഫുഡ് കഴിച്ച് പിന്നെ ഞാൻ വേഗം അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഞാൻ അവിടെ നിന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുവാണ്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെയുള്ളൊരു ഹെൽത്ത് സെൻ്ററാണ് കേട്ടോ അത്.
പിന്നെ ഞങ്ങൾ 3 പേരും കൂടി ഹോട്ടലിൽ തിരികെ വന്നു. അപ്പോൾ ഇതൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഒരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.